2020 ലോക കിരീടം ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത്. ഇത് രണ്ടാം തവണയാണ് 2020 കിരീടം ഇന്ത്യയിലെത്തുന്നത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, അവസാന പന്തുകളിൽ വരെ സസ്പെൻസ് നിറച്ച ഒരു മത്സരമായിരുന്നു ഇത്. എന്തായാലും ഒടുവിൽ ലോകകപ്പ് 2020 ലോകകപ്പ് ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. എങ്ങനെയാണ് ഈ മത്സരത്തെ വിലയിരുത്തേണ്ടത്? ഒരു ആവേശ മത്സരം എന്ന് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഫൈനൽ മത്സരത്തിന്റെ എല്ലാ ആവേശവും ഈ മത്സരത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വരെ അവസാന പന്ത് വരെ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ത്രില്ലർ മാച്ച് തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടക്കം, അതായത് ഈ മത്സരത്തിൽ ടോസ് വിൻ ചെയ്തത് ഇന്ത്യ ആയിരുന്നു. മുന്നേ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളതാണ്, ടോസ് വിൻ ചെയ്യുന്ന ടീം ബാറ്റിംഗ് തന്നെയാകും തിരഞ്ഞെടുക്കുക. കാരണം ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന സ്കോറിലേക്ക് ആദ്യം ബാറ്റ് ചെയ്താൽ എത്താൻ വേണ്ടി സാധിക്കും. ഒരു പ്രഷർ സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ടോസ് വിൻ ചെയ്തു, അവിടെ നിന്ന് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. എന്നാൽ ആദ്യ ഓവറിൽ ജാസൺ ആയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഓവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ 3 ബൗണ്ടറികൾ അടക്കം 15 റൺസായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ഓപ്പണർമാർ നേടിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ ബാറ്റർമാർ കൂടാരം കയറുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. മുൻനിര 3 ബാറ്റർമാരായിരുന്നു ആദ്യഘട്ടത്തിൽ, അതായത് പവർ പ്ലേയിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ നായകൻ, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രതീക്ഷകളെ തോളിലേറ്റിയ നായകൻ 9 റൺസുമായി ആദ്യം പുറത്തായി. പിന്നീട് ഋഷഭ് പന്ത് റൺസ് ഒന്നും സ്കോർ ചെയ്യാതെ പുറത്തായി. പിന്നീട് സൂര്യകുമാർ യാദവ്, ഇന്നത്തെ മത്സരത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച താരമായിരുന്നു സൂര്യകുമാർ യാദവ്, അദ്ദേഹം 3 റൺസുമായി പുറത്താകുന്നു. ഇത്തരത്തിൽ 5 ഓവറിനുള്ളിൽ 3 മുൻനിര ബാറ്റർമാർ പുറത്താകുന്നു. എങ്കിലും കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ ഒരു മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ സാധിക്കാതിരുന്ന വിരാട് കോഹ്ലി ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് തന്നെ, അതായത് ഒരു ആങ്കർ റോളിലായിരുന്നു അദ്ദേഹം ഇന്നലെ ബാറ്റ് ചെയ്തെന്ന് തന്നെ പറയേണ്ടിയിരുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെയും പരാജയപ്പെടുമ്പോൾ ഇന്ത്യയുടെ പരിശീലകനും ഇന്ത്യയുടെ ക്യാപ്റ്റനും ഒക്കെ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. അതായത് അവസാന മത്സരത്തിലാകും വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുക. അത്തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റനും പരിശീലകനും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. അത് യഥാർത്ഥമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. വെറും 59 പന്തുകളിൽ നിന്നും 76 റൺസാണ് വിരാട് കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് തന്നെയാണ് 176 എന്ന ഒരു മികച്ച സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഈ 3 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. പിന്നീട് ഇറങ്ങാനുള്ളത് യുവതാരങ്ങളാണ്, ശിവം ഡൂബെ പോലെയും ഒപ്പം തന്നെ അക്ഷർ പട്ടേലിനെയും പോലുള്ള യുവതാരങ്ങളാണ്. അവർ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ആ ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലി വിക്കറ്റ് നഷ്ടമാകാതെ ഒരു ഭാഗത്തെ ആങ്കറിംഗ് റോളിൽ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് ഇറങ്ങിയ അക്ഷർ പട്ടേൽ 31 പന്തുകളിൽ 47 റൺസുമായി ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അർഹിച്ച ഒരു അർദ്ധ ശതകമായിരുന്നു ഇന്നലെ നഷ്ടപ്പെട്ടത്. ഒരു അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പറായ ഡീകോക്കിന്റെ ത്രോയിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു. പിന്നീട് ഇറങ്ങിയ ശിവൻ ഡൂബെയും മികച്ച പ്രകടനം, 16 പന്തുകളിൽ 27 റൺസ് നേടുന്നു. ഇത്തരത്തിൽ ഈ താരങ്ങളുടെ ഒക്കെ തന്നെ ബാറ്റിംഗ് വെടിക്കെട്ടിലായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ 176 എന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 റൺസിൽ തന്നെ ഹെൻഡ്രിക്സിനെ, ഓപ്പണർ ബാറ്ററായ ഹെൻഡ്രിക്സ് പുറത്താകുന്നു. എങ്കിലും മറ്റൊരു ഓപ്പണറായ ഡീകോക്ക് ഒരു ഭാഗത്ത് നിന്ന് കളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. 31 പന്തുകളിൽ നിന്നും 39 റൺസായിരുന്നു ഡീകോക്ക് നേടിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ മറ്റു ബാറ്റർമാരും ദക്ഷിണാഫ്രിക്കയുടെ പ്രധാന താരങ്ങൾ, അതായത് എക്സ്പീരിയൻസ് ഉള്ള പ്രധാന താരങ്ങളൊക്കെ തന്നെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഡേവിഡ് മില്ലറൊക്കെ അവസാന ഘട്ടം വരെ മത്സരത്തിൽ നിലയുറപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ സ്റ്റബ്സ് യുവതാരമാണ്, 21 പന്തുകളിൽ നിന്നും 31 റൺസ് നേടിയിരുന്നു. അപ്പോഴും ഒരു 50-50 ചാൻസ് ആയിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്കും ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കും മത്സരം വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ക്ലാസൻ എന്ന ദക്ഷിണാഫ്രിക്കയുടെ വെടിക്കെറ്റ് ബാറ്റർ പിച്ചിലേക്ക് വന്നതോടുകൂടി, ക്രീസിലേക്ക് വന്നതോടുകൂടി പിന്നീട് മത്സരം ദക്ഷിണാഫ്രിക്കയുടെ കൈകളിലായിരുന്നു. അദ്ദേഹം 27 പന്തുകളിൽ നിന്നും 52, അതായത് 200 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അതോടുകൂടി ഇന്ത്യയുടെ പ്രതീക്ഷകളൊക്കെ തന്നെയും ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. അവസാനത്തെ 4 ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിരുന്നത് 25 റൺസാണ്. അതായത് 24 ബോളുകളിൽ 25
റൺസ് മാത്രമായിരുന്നു വിജയലക്ഷ്യത്തിലേക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യൻ ആരാധകർ പോലും കരുതിയിരുന്നില്ല ഒരു തിരിച്ചുവരവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നൊരു ആ പേഴ്സൻറ്റേജ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വിജയിക്കുവാനുള്ള ആ ഒരു സാധ്യത 8%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 92%. അവിടെ നിന്നുമാണ് ഇന്ത്യ വലിയ ഒരു തിരിച്ചുവരവ് നടത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന. ക്ലാസിനെ പുറത്താക്കുന്നു. ഒപ്പം തന്നെ ക്ലാസിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ബാറ്റർ ഡേവിഡ് മില്ലർ ആയിരുന്നു. വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള 2020 ക്രിക്കറ്റുകളിലൊക്കെ മികച്ച ഇന്നിങ്സ് ഇതിനു മുന്നേ തന്നെ പുറത്തെടുത്ത താരമാണ് ഡേവിഡ് മില്ലർ. അദ്ദേഹത്തിന്റെ വിക്കറ്റ് കൂടി നേടുന്നു. അതോടുകൂടിയാണ് മത്സരം ഇന്ത്യയുടെ കൈകളിലേക്ക് തിരിച്ചു വന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യ എന്ന ഇന്ത്യൻ ഓൾറൗണ്ടറുടെ മികവാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനത്തെ 4 ഓവറിൽ 25 റൺസായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിരുന്നു. അവിടെ നിന്നും 17ാമത്തെ ഓവർ രോഹിത് ശർമ്മ നൽകുന്നത് ഹാർദിക് പാണ്ഡ്യക്കാണ്. അദ്ദേഹത്തിന്റെ മികച്ച ഒരു സ്പെൽ, അദ്ദേഹത്തിന്റെ മികച്ച ആ ഒരു ഓവറിൽ ക്ലാസിനെ പുറത്താക്കുന്നു. ആ ഒരു ഓവറാണ് യഥാർത്ഥത്തിൽ മത്സരം തിരിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ ഡേവിഡ് മില്ലറെ മികച്ച ഒരു ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിൽ നിന്ന്, ഒരുപക്ഷെ അതൊരു 6ലേക്ക് എത്തുന്ന ഒരു പന്തായിരുന്നു, അത് ബൗണ്ടറി ലൈനിൽ നിന്നുമാണ് സൂര്യകുമാർ പിടിച്ച് ഡേവിഡ് മില്ലറെ പുറത്താക്കുന്നത്. അടുത്ത ഓവർ 18ാമത്തെ ഓവർ എറിയുന്നത് ബുംറയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം ആ ഓവർ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യുന്നു. പിന്നീട് ഹർഷദീപ് സിംഗ് മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യുന്നു. ഏറ്റവും അവസാനം 10ന് മുകളിൽ, അതായത് ഏകദേശം ഒരു 15 റൺസായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. അവിടെ വീണ്ടും ഹാർദിക് പാണ്ഡ്യ അവസാന ഓവർ എറിയാൻ വേണ്ടി എത്തുന്നു. 7 റൺസിന്റെ വിജയം ഇന്ത്യ നേടിയെടുക്കുന്നു. വളരെ ആവേശകരമായ ഒരു മത്സരം എന്ന് തന്നെ തീർച്ചയായും അമൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ആദ്യ 3 വിക്കറ്റുകൾ വീണുപോയി. ഇന്ത്യൻ ആരാധകരെ കുറച്ചല്ല അത് നിരാശപ്പെടുത്തിയത്. ആ മടങ്ങിവരവ് പിന്നെ ഉജ്ജ്വലമായിരുന്നു. അതിനുശേഷം ഏതൊക്കെ തരത്തിലാണ് ഒരുപക്ഷെ ഈ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിയത് എന്ന് പറയാം? കളിയിൽ മികച്ചു നിന്നത് അല്ലെങ്കിൽ ഒരു മികച്ച ക്രിക്കറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വേണം സങ്കല്പിക്കാൻ, കരുതാൻ? വിജയ്, ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഈ ഒരു കിരീടം എന്നത് നിർണായകമാണ്. കാരണം ഒരു പ്രധാന ടൂർണമെന്റിൽ കിരീടം നേടാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഫൈനലിലേക്ക് എത്താൻ പോലും ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചിരുന്നില്ല. പലപ്പോഴും സെമി ഫൈനലിൽ അടക്കം പുറത്താകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയ. അതിൽ ഒരു കിരീടം എന്തായാലും ഒരു നിർണായക തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അതേസമയം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് 2011 ഏകദിന ലോകകപ്പ് കിരീടം ഉയർത്തിയ ശേഷം ഒരു പ്രധാന ടൂർണമെന്റിൽ കിരീടത്തിലേക്ക് എത്താൻ ഇന്ത്യക്കും സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2 ടീമിനും കിരീടം എന്നത് നിർണായകമായിരുന്നു. ആ ഒരു പ്രകടനം തന്നെ നമുക്ക് മൈതാനത്ത് അല്ലെങ്കിൽ ക്രീസിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ മത്സരം എന്ന് പറയുന്നത്. ആദ്യ 10 ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരുടെ കൈകളിൽ തന്നെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. മികച്ച ബോളിംഗ് യൂണിറ്റ് തന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത്. പ്രത്യേകിച്ച് 2020 ജാൻസനെ പോലെയും ഒപ്പം തന്നെ റബാഡെ പോലെയും നോർജിയൊക്കെ എക്കണോമി 6 താഴെ മാത്രം വിട്ടു നൽകിയാണ് ഇന്നലത്തെ മത്സരത്തിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മികച്ച യൂണിറ്റിനെതിരെ തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമാവുക, പിന്നീട് ഇറങ്ങാനുള്ളത് വളരെ എക്സ്പീരിയൻസ് കുറവുള്ള താരങ്ങളാണ്. അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. ഇവിടെയാണ് വിരാട് കോഹ്ലി എന്ന ആ ഒരു താരത്തിന്റെ പ്രകടന മികവ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്ത്യയുടെ സ്കോർ 170 മുകളിലേക്ക് 176 റൺസിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മ ഒരു ഭാഗത്തുണ്ടാകുന്ന സാഹചര്യത്തിൽ ആദ്യ 2 ഓവറിൽ ഇന്ത്യ അതായത് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗിലേക്ക് മാറുകയായിരുന്നു. പക്ഷേ രോഹിത് ശർമ്മയും പന്തും സൂര്യകുമാർ യാദവും ഒക്കെ തന്നെ വിക്കറ്റ് നൽകി പുറത്തുപോയ സാഹചര്യത്തിൽ പിന്നീട് വിരാട് കോഹ്ലി സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. അതായത് ബൗളർമാരെ നോക്കി മാത്രം മികച്ച ബോളുകൾ, അതായത് അനുകൂലമായ ബോളുകൾ മാത്രം ബൗണ്ടറിയിലേക്ക് അടിച്ച് ഷോട്ട് ചെയ്യുക, മറ്റ് ബോളുകളെ പ്രതിരോധിക്കുക, അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം 50 റൺസിലേക്ക് എത്തിയത് 48 പന്തുകളിൽ നിന്നുമാണ്. ഒരുപക്ഷെ 2020 ചേർന്ന ഒരു ശൈലി അല്ല എന്ന വിമർശനമടക്കം ആ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ വിക്കറ്റ് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു വളരെ അഗ്രസീവായ ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആ ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലി എന്ന എക്സ്പീരിയൻസ് ബാറ്റർ കൂടി പുറത്താവും
ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ വലിയ പ്രതിരോധത്തിലേക്ക് എത്തും. മറ്റു താരങ്ങളിൽ നിന്നും കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും അത്ര വലിയ സംഭാവനകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ അവിടെ നിലയുറപ്പിച്ച ഒരു ഭാഗത്ത് നിന്ന് മത്സരം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു തന്ത്രം തന്നെയാണ് വിരാട് കോഹ്ലി ഇന്നലെ കളത്തിലിറക്കിയത്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് 176 എന്ന സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത്. മറ്റൊരു കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ അല്പം നിരാശരാക്കുന്നതാണ് രോഹിതും അതുപോലെ കോഹ്ലിയും 2020-ൽ നിന്ന് കളം വിടുന്നു എന്നുള്ള ഒരു കാര്യം. എന്തായാലും അവരെടുത്തൊരു തീരുമാനം, പക്ഷേ ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഉചിതമായ സമയത്താണോ അവർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്? തീർച്ചയായും ഉചിതമായ സമയത്താണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യ 2020-ൽ ലോക കിരീടം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഫിജി സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു സന്തോഷമുള്ള ആ ഒരു സാഹചര്യത്തിൽ പോലും ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു എന്നുള്ളത്. പക്ഷേ മറ്റു ഫോർമാറ്റിൽ രോഹിത് ശർമ്മ ടെസ്റ്റ്, ഏകദിന മത്സരങ്ങൾ അടക്കം തുടരും എന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് IPL പോലുള്ള ടൂർണമെന്റുകളിലും ഇരുവരും തുടരും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ തന്നെയുണ്ട്. എങ്കിലും 2020 ഫോർമാറ്റിൽ, അതായത് യുവതാരങ്ങൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുക എന്ന ഒരു രീതി കൂടിയാണ് ഇവിടെയുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ പരിശീലകന്റെ അവസാന മത്സരം, ഇന്ത്യൻ ടീമിന്റെ ഭാഗമായുള്ള രാഹുൽ ദ്രാവിഡിന്റെ അവസാന മത്സരം കൂടിയായിരുന്നു ഇത്. ഈ 3 താരങ്ങളെയും, അതായത് രാഹുൽ ദ്രാവിഡിനെയും രോഹിത് ശർമ്മയും ഒപ്പം തന്നെ വിരാട് കോഹ്ലിയെയും സംബന്ധിച്ച് കിരീടത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ വിരാട് കോഹ്ലിയുടെ പ്രകടനം എടുത്തു പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹമായിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത്. മാൻ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറയായിരുന്നു. അതായത് ഏകദേശം ഒരു 5-ന് താഴെ എക്കണോമിയിലാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ ബോൾ ചെയ്തിട്ടുള്ളത്. ഒരു 2020 വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലിക്ക് ശേഷം മാൻ ഓഫ് ദ ടൂർണമെന്റായി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ഇത്തരത്തിൽ ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയൊരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു. അതേസമയം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്രിക്കറ്റ്, അതായത് ഈ 4 ഓവറിൽ നിന്നും മത്സരം തിരിച്ചു പിടിച്ചത്, ഇന്ത്യക്ക് വേണ്ടി മത്സരം തിരിച്ചു പിടിച്ചത് ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടർ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം വലിയ വിമർശനങ്ങൾക്ക് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയെ ഉള്ള സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതൊക്കെ ആരാധകരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം ഇരയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് 2020 വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ കാരണമായത് ഹാർദിക് പാണ്ഡ്യയാണ്. അത് അദ്ദേഹത്തിന് വലിയ ഒരു തിരിച്ചുവരവാണ് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു രാത്രി തന്നെയായിരുന്നു ഇന്നലെ. അമൽ, മറ്റൊരു സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ വിലയിരുത്തിയാൽ അല്ലെങ്കിൽ പിന്നോട്ട് നോക്കിയാൽ മനസ്സിലാകുന്നത്, ലോക കിരീടങ്ങൾക്കൊപ്പം എന്നും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലും 2020-ലും സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ കൂടി സഞ്ജുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ മലയാളി സാന്നിധ്യമൊക്കെ വിജയത്തിലേക്ക്, ചാമ്പ്യൻഷിപ്പിലേക്ക് നയിച്ചത്? ഫിജി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായ അല്ലെങ്കിൽ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിലവിൽ ഏകദിനത്തിലും ഒപ്പം തന്നെ 2020-ലുമായി 4 ലോക കിരീടങ്ങളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. ഈ 4 ലോക കിരീടങ്ങൾ ആ ഒരു ടൂർണമെന്റ് എടുത്തു നോക്കുമ്പോഴും അതിലൊക്കെ തന്നെ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം 1983-ൽ ഇന്ത്യ ലോകകപ്പ് നേടുന്ന സാഹചര്യത്തിൽ സുനിൽ വത്സനായിരുന്നു ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഒരു ടൂർണമെന്റിൽ പോലും മത്സരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എങ്കിലും ഒരു മലയാളി സാന്നിധ്യം ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ ലോകകപ്പ് നേടുന്നു. പിന്നീട് 2007-ൽ ധോണിയുടെ നേതൃത്വത്തിൽ 2020 ലോകകപ്പ് ഇന്ത്യ ഉയർത്തുന്നു. അപ്പോൾ മലയാളി താരമായ ശ്രീശാന്ത് ടൂർണമെന്റിലുണ്ട്. അതിൽ ശ്രീശാന്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുത്തു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ആ ഒരു ക്യാച്ച്, അതായത് നിർണായക മത്സരം ഫൈനലിൽ, ഒരു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ മത്സരത്തിന് സമാനമായ രീതിയിൽ പാകിസ്ഥാനോടായിരുന്നു ആ ഫൈനൽ ഉണ്ടായിരുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ ചാൻസ് ഉള്ള ഒരു മത്സരമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ബാറ്ററുടെ ക്യാച്ച്, നിർണായകമായ ഒരു ക്യാച്ച് എടുക്കുന്നത് ശ്രീശാന്താണ്. അതൊരിക്കലും ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു മത്സരം കൂടിയാണ്. പിന്നീട് 2011-ലേക്ക് ധോണിയുടെ നേതൃത്വത്തിൽ സച്ചിൻ വിരമിക്കുന്ന ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ കപ്പ് ഉയർത്തുന്നു.
ഏകദിന ലോകകപ്പിൽ. അവിടെയും ശ്രീശാന്തിന്റെ നിർണായക പ്രകടനമുണ്ടായിരുന്നു. പല മത്സരങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഈ ടൂർണമെന്റിൽ സഞ്ജു സാംസന്റെ ആ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഈ ടൂർണമെന്റിലെ മത്സരങ്ങളിലൊന്നും തന്നെ കളത്തിലിറങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. സന്നാഹ മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മികച്ചൊരു ഫോമിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ടൂർണമെന്റിലൊന്നും അദ്ദേഹം കളത്തിലിറങ്ങിയില്ലെങ്കിൽ പോലും ടീമിന്റെ ഭാഗമായി മലയാളി താരമായ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സവിശേഷമായ ഒരു ഘടകം കൂടിയുണ്ട്. 4 ലോകകപ്പുകൾ നേടുമ്പോൾ 4ലും മലയാളി സാന്നിധ്യം ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഫിജി, തീർച്ചയായും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. എന്തായാലും മലയാളി സാന്നിധ്യം ഒരു മുതൽക്കൂട്ടാക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ ലോകകപ്പിൽ 2020 ലോകകപ്പിൽ ഇന്ത്യ കപ്പ് നേടിയിരിക്കുന്ന കപ്പ് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് നമുക്കെല്ലാം വളരെ ആവേശം നിറയ്ക്കുന്ന കാര്യമാണ്.